2025 മാർച്ച് 23 കറണ്ട് അഫയേഴ്സാണ് പറയാൻ പോകുന്നത്. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23 2025 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ തീം ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗെദർ. മുന്നറിയിപ്പുകളിലെ പഴുതുകൾ അടയ്ക്കാം ഒത്തൊരുമിച്ച് എന്നുള്ളതാണ് 2025 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം. ബസ്സുകൾ, ചരക്കു വാഹനങ്ങൾ എന്നിവയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ തയ്യാറെടുക്കുന്ന സംവിധാനമാണ് അഡാസ് അഥവാ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം. ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ ആശുപത്രിയാകാൻ പോകുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയാണ്. ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ ആശുപത്രിയാകാൻ പോകുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയാണ്. അടുത്തത്, മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ച വ്യക്തി കലാമണ്ഡലം ഗോപി. IQ എയർ ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് 2024 പുറത്തു വന്നിട്ടുണ്ട്. അതനുസരിച്ച് ലോകത്ത് മികച്ച വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം ബഹാമസിനാണ്. ഏറ്റവും മോശം വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 5-ാമതാണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഇന്ത്യയിലാണ്. അത് ബർണിഹട്ട്. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ബർണിഹട്ട്, ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം ഡൽഹി. IQ എയർ ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് 2024 അനുസരിച്ച് ലോകത്ത് മികച്ച വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ളത് ബഹാമസാണ്. ലോകത്തെ ഏറ്റവും മോശം വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 5-ആണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഇന്ത്യയിലെ ബർണിഹട്ടാണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം ഡൽഹിയാണ്. അടുത്തത്, ഗോവൻ തീരത്ത് നടന്ന ഇൻഡോ ഫ്രാൻസ് നാവിക അഭ്യാസത്തിൻ്റെ പേര് വരുണ. വരുണ എന്താണ്? ഗോവൻ തീരത്ത് നടന്ന ഇൻഡോ ഫ്രാൻസ് നാവികാഭ്യാസമാണ് വരുണ. ചൈനയിലെ നാൻജിങ്ങിൽ നടന്ന ലോക ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പോൾ വാൾട്ടിൽ സ്വർണം നേടിയ വ്യക്തിയാണ് അർമാൻഡ് ഡുപ്ലന്റിസ്. പോൾ വാൾട്ടിൽ 6 മീറ്റർ ജമ്പിൽ സെഞ്ചുറി തികച്ച താരമാരാണ്? അർമാൻഡ് ഡുപ്ലന്റിസ് ആണ്. പോൾ വാൾട്ടിൽ 6 മീറ്റർ ജമ്പിൽ സെഞ്ചുറി തികച്ച താരമാണ് അർമാൻഡ് ഡുപ്ലന്റിസ്. 2025 മാർച്ചിൽ വിടവാങ്ങിയ ബോക്സിംഗ് ഇതിഹാസത്തിൻ്റെ പേര് ജോർജ് ഫോർമാൻ. 2025 മാർച്ചിൽ വിടവാങ്ങിയ ബോക്സിംഗ് ഇതിഹാസമാണ് ജോർജ് ഫോർമാൻ.